ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു. ഇന്നത്തെ ശുഭചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മനുഷ്യജന്മം അതിശ്രേഷ്ഠമാണെന്ന സത്യത്തിലേക്കാണ് ഫിലോകാലിയ എന്ന മഹത് ഗ്രന്ഥം വിരൽ ചൂണ്ടുന്നത്. ആദിമ നൂറ്റാണ്ടിലെ ക്രൈസ്തവ താമസന്മാരുടെ ആത്മീക പ്രബോധന ഗ്രന്ഥമാണ് ഫിലോകാലിയ. സന്യാസ ഗുരുവായ അബ്ബ അഗദോൺ അതിൽ ഇപ്രകാരം പറയുന്നു: ഒരു ക്രൈസ്തവ ഭക്തന് തൻ്റെ ഭക്തിമാർഗത്തിലൂടെ 3 ഉപനിധികൾ ഈ ലോകത്തിൽ കൈമുതലാക്കുവാനുണ്ട്. അതിൽ പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്നത് ദൈവവചനം എന്നതാണ്. വചനം വായിക്കുന്നതും വായിച്ചു കേൾക്കുന്നതും അത് കേൾപ്പിക്കുന്നതും അതനുസരിച്ച് ജീവിക്കുന്നതും മഹാഭാഗ്യമാണെന്ന് വെളിപാട് പുസ്തകത്തിൽ വിശുദ്ധ യോഹന്നാൻ അപ്പസ്തോലൻ സാക്ഷീകരിച്ചിരിക്കുന്നു. തൻ്റെ സുവിശേഷത്തിൽ വീണ്ടും അദ്ദേഹം പരാമർശിക്കുന്നു: ദൈവവചനം കേട്ട് അവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്. ഓർക്കുക, നിർമ്മലമായ വചനവായന മൂലം ഒരു ഭവനത്തിൽ കുമിഞ്ഞുകൂടുന്ന നിഷേധാത്മകമായ ശക്തിയെ അഥവാ നെഗറ്റീവ് എനർജിയെ പുറംതള്ളിക്കളയും. ആ ഭവനത്തിൽ ശാന്തിയും സമാധാനവും നന്മയും നിറഞ്ഞുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ദൈവവചന വായനയിലൂടെ ജീവിതത്തെ ക്രമീകരിക്കുന്ന ഒരു വ്യക്തി വചന വായന മൂലം തൻ്റെ ഉള്ളിൽ പുതു ചൈതന്യം ഓരോ പ്രഭാതത്തിലും നിറച്ചുകൊണ്ടിരിക്കും. ഓരോ ഭക്തനും നേടാവുന്ന രണ്ടാമത്തെ അതിശ്രേഷ്ഠ നിധിയായി ഫിലോകാലിയ പരിചയപ്പെടുത്തുന്നത് ദൈവപുത്രനായ ക്രിസ്തുവിലുള്ള ആഴമായ വിശ്വാസമാണ്. ജീവനേക്കാൾ ജീവിതത്തെക്കാൾ വിലമതിക്കുന്ന ഒന്ന് ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് ദൈവപുത്രനായ ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. വിശുദ്ധ യോഹന്നാൻ തൻ്റെ സുവിശേഷം 5-ാം അധ്യായം 24-ാം വചനത്തിൽ ഇപ്രകാരം പറയുന്നു: എൻ്റെ വചനം കേട്ട് എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്. ജീവനും ജീവിതവും പിന്തള്ളി പ്രഥമ സ്ഥാനത്തേക്ക് ഒരു ഭക്തൻ നിലയുറപ്പിക്കുന്നത് സത്യവിശ്വാസം എന്ന നിധിയിലാണ്. മൂന്നാമത്തെ ഉപനിധി തന്നിൽ വിശ്വാസം സമർപ്പിച്ച തൻ്റെ ഭക്തന് താൻ ദാനമായി നൽകിയ തൻ്റെ ദിവ്യദാനങ്ങളാകുന്ന ശരീരരക്തങ്ങളാണ്. ഇതിഹാസ ചരിത്രത്തിലെങ്ങും നമുക്ക് തൻ്റെ ഭക്തർക്കായി ശരീരത്തെയും രക്തത്തെയും പങ്കുവെച്ച് കൊടുത്ത ഒരു മഹത് വ്യക്തിയെയും കാണുവാൻ സാധ്യമല്ല. എന്നാൽ പരിശുദ്ധ വചനം അപ്രകാരമുള്ള ഒരു വ്യക്തിയെയാണ് അവതരിപ്പിക്കുന്നത്. ആ രക്തശരീരങ്ങളുടെ സംബന്ധം ഒരു മനുഷ്യന് പാപപരിഹാരവും നിത്യജീവനും നൽകുന്നു. വാസ്തവത്തിൽ അമർത്യതയിലേക്ക് ഒരു മനുഷ്യനെ വലിച്ചടുപ്പിക്കുന്ന അനുഗ്രഹീതമായ മറുമരുന്നാണ് ശരീരരക്തങ്ങളുടെ സംബന്ധം അഥവാ വിശുദ്ധ കുർബാന. വചനധ്യാനവും ആഴമായ വിശ്വാസവും തിരുശരീരങ്ങളുടെ സംബന്ധവും അഥവാ സംസർഗവും സത്യത്തിൽ നിത്യജീവനിലേക്കുള്ള കൈവരികളാണ്. മനുഷ്യരെ വഴി നടത്തുന്ന ഇവ 3 ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാന ശിലകളാണ്. അവയെ ആഴത്തിൽ പുൽകുന്ന ഒരുവൻ ഈ ലോകത്തിൽ ഭാഗ്യവാനാണ്. അവൻ പരലോകത്തിലും അതിശ്രേഷ്ഠ ഭാഗ്യത്തിലേക്ക് ഉയർത്തപ്പെടും. നമുക്കും ദൈവവചന വായന, ആഴമായ വിശ്വാസം, ശരീരരക്തങ്ങളുടെ നിരന്തരമായ സംസർഗം ഇവ സഫലമാക്കി തീർക്കുവാൻ സർവശക്തൻ നമ്മെ സഹായിക്കട്ടെ. ഏവർക്കും ശുഭദിനം. നന്ദി.